മൊത്തവും മണ്ടന്മാരായിട്ടുള്ള ഒരു സിനിമ ഏതെങ്കിലും ആരെങ്കിലും ഇറക്കിയിട്ടുണ്ടോ? എല്ലാ ഒരു കഥാപാത്രത്തിനും ബുദ്ധിയില്ലാത്ത ഒരാളുടെ പേര് എല്ലാവരും പറയുന്നുള്ളൂ, ഇന്ദ്രൻ സേഠ്. ഞാൻ കണ്ടതിൽ വെച്ച് സിനിമാ നടന്മാരിൽ ഏറ്റവും നല്ല ശുദ്ധനായ ഒരു മനുഷ്യനാണ്. എൻ്റെ മോനെയും എൻ്റെ മോളെ സ്കൂളിൽ വിളിക്കുന്നത് ഡ്രാഗൺ പൈലി എന്നാണ്. അതുപോലെ തന്നെ പണ്ട് രാജാക്കന്മാരൊക്കെ യുദ്ധത്തിന് പോയിട്ട് നമ്മളിങ്ങനെ ന്യൂസ് കേൾക്കൂലേ, വിജയിച്ചെന്നാ ഏട്ടെ എന്നൊക്കെ പറയും. അങ്ങനെയല്ലോ, നന്നായിരുന്നു, യുദ്ധമൊക്കെ നന്നായിരുന്നു എന്നൊക്കെ പറയണം. അതേപോലെയാണ് ഓരോരുത്തരുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് കേൾക്കുന്നത്. മനസ്സിലായി? അങ്ങനെ പൊളിച്ചടക്കിയതാ കേട്ടേക്കണേ. മനസ്സിലായി? ഹൊറർ ഇറങ്ങാനുള്ള ഒരു അവസരം നിങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരുക്കി തരുന്നു അല്ലേ? ഉണ്ടാവുമോ? പിന്നെ ഉണ്ടാവും. എത്രയും പെട്ടെന്നാക്കി തരണം. അതാ. ഓക്കെ, കട്ട്. നമസ്കാരം. മീഡിയ വൺ ഷോമോളിനോടൊപ്പം ആട് 3യുടെ വിശേഷങ്ങളുമായി ഇന്ദ്രൻസ്, നെൽസൺ, അക്ഷയ്. സോ വെൽക്കം ടു മീഡിയ വൺ ഷോമോൾ. ഇന്ദ്രൻസ് ചേട്ടാ, ആദ്യ ചിത്രം പരാജയമാവുന്നു, രണ്ടാമത്തെ പാട്ട് വമ്പൻ ഹിറ്റാവുന്നു, മൂന്നാമത്തെ ഭാഗം ദേ എത്തുന്നു. എന്താണ് ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആട് 3? അത് പറയാത്ത വിധത്തിൽ ഒരുക്കി വെച്ചേക്കുവാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. എന്നാ പോട്ടെ, ആദ്യ ഭാഗം നീല കൊടുവേലിയുടെ പിറകെ പോയി നിങ്ങള്, രണ്ടാം ഭാഗത്തേക്ക് ഇതേ കമ്മട്ടത്തിന്റെ പിറകെ പോയി, മൂന്നാം ഭാഗത്തേക്ക് നിങ്ങൾ ആരുടെ പിറകെയാ പോകുന്നത്? അതും പറയാൻ പറ്റുന്ന കുഴപ്പിക്കുന്ന ചോദ്യമായിട്ടാണ് ആദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, ഇന്ദ്രൻസ് എത്ര ത്രില്ലിംഗ് ആണ് ഈ ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട്? നമ്മളിങ്ങനെ ആ ദിവസം ഡേറ്റ് നോക്കി ഇരിപ്പുണ്ട് ഇങ്ങനെ സിനിമ വരാൻ. ഇപ്പം നമുക്കാ. ഓക്കെ, നെൽസൺ ചേട്ടാ, ഇപ്പം ആട് 1 ആടി തയ്യാറാവട്ടെ. ശ്വാസം പിടിച്ചൊക്കെ ഇരിക്കുന്ന. ഓക്കെ, ആട് 1 നമുക്ക് ആട് 1 ആട് 2 എടുക്കുകയാണെങ്കിൽ പ്രസന്റ് ആയിട്ടാണ് നമ്മൾ കോമഡി ചെയ്തുകൊണ്ടിരുന്നല്ലേ. ഇതിപ്പോ ടൈം ലൈൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു ഓൾഡ് ആ രീതിയിലേക്ക്, ഭൂതകാലത്തിലേക്ക് വരുമ്പം ആ തമാശകളുടെ ഒരു രീതിയിലേക്ക് വ്യത്യാസം വരുന്നുണ്ടല്ലോ. അതെങ്ങനെയായിരുന്നു അതിലേക്കുള്ളത്? അത് നമ്മൾ പിന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഭാഗമായിരുന്നത്. കാരണം നമ്മൾ ഡയലോഗൊക്കെ അക്കാലത്തെ ഭാഷ ഉപയോഗിച്ചായിരുന്നു അല്ലേ എല്ലാവരും സംസാരിക്കും. നമ്മൾ ഇപ്പോൾ പ്രസൻറ്റിലാണെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നവർ സംസാരിക്കാം. അന്നെല്ലാം ആ രീതിയിലുള്ള ശൈലിയിലെ സംസാരിക്കാവുന്ന കോമഡി ആകുകയും വേണം. അത് വളരെ ഇച്ചിരി ടഫായിരുന്നു. അത് ഒട്ടും കുറയാനും പാടില്ല. പിന്നെ അങ്ങനൊരു ചെറിയ ജനറേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്കുള്ള തമാശയാണോ എന്നിട്ട് ഫോളോ ചെയ്തിരിക്കും? അത് മിഥുൻ മാനുവൽ അങ്ങനെ ചെയ്യും. അത് ഈ 1ഉം 2ഉം ഈ 3യും അത് ന്യൂ ജനറേഷൻ പയ്യന്മാരെ എല്ലാവരും പിള്ളേരെ അത് ചെയ്യുന്ന രീതിയിൽ പുള്ളി അത് വേറെ രീതിയിൽ ലെവലാണ് പുള്ളി. അത് കണക്കാക്കി പുള്ളി ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മൊത്തവും മണ്ടന്മാരായിട്ടുള്ള ഒരു സിനിമ ഏതെങ്കിലും ആരെങ്കിലും ഇറക്കിയിട്ടുണ്ടോ? ഒരു കഥാപാത്രത്തിനും ബുദ്ധിയില്ലാത്ത ഒരു രീതിയിലുള്ള സിനിമയാണ്. അപ്പോൾ അദ്ദേഹം നേരത്തെ കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അതേ ഓരോന്ന് എഴുതുമ്പോൾ നമുക്ക് അത് അങ്ങ് പറഞ്ഞാൽ മതി, നമുക്ക് കൈനിട്ട് പറയേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ പുള്ളിയെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ നമ്മളത് പറയും, ചേട്ടാ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും എന്ന് പറയുമ്പം നമ്മളത് പറയും. അത് പുള്ളിക്ക് താല്പര്യക്കേടായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കളിയാക്കുകയും ചെയ്യും, തമാശക്കാണേ കളിയാക്കുകയൊക്കെ ചെയ്യും, എടുക്കത്തില്ല. പക്ഷെ നല്ലതാണെങ്കിൽ പുള്ളി അത് നമുക്ക് ചെയ്യിക്കും. അങ്ങനെയൊക്കെയുള്ള ഇപ്പം സിനിമ എടുക്കുകയാണെങ്കിൽ പകുതി പേരും കോമഡി ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇതെങ്ങനെയാ അതിനകത്തൊരു കോമ്പറ്റീഷൻ വരുന്നത്? ഇപ്പൊ നമ്മള് ഇവനെക്കാളും നന്നായിട്ട് ഞാൻ ചെയ്യണം എന്നുള്ളൊരു സാധനം വരില്ലേ? അങ്ങനെ കോമ്പറ്റീഷൻ വരുന്നില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ പാർട്ടാണ്, എല്ലാ വേരിയേഷൻസ് ആണ്. അതെ, അവരുടെ ഭാഗം അവർ ക്ലിയർ, നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ, അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് കൊടുത്തേക്കാം. എന്നാലും പോയി ചോദിക്കില്ല, എടാ ഇത് ഇവിടെ ഞാൻ ഇത് ചെയ്താൽ ശരിയാവോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുമായിരിക്കുമല്ലോ. അത് നമ്മളിപ്പം ഒരു സംഭവം നമ്മൾ പറയുമ്പം നമ്മൾ പറഞ്ഞതിനേക്കാൾ നല്ലതാവും പറഞ്ഞതായിരിക്കും അതിന് നല്ലതെന്ന് നമുക്ക് തോന്നും. അപ്പം നമ്മൾ നീ പറഞ്ഞാൽ മതി ഡയലോഗ്, നീ പറയാം, അങ്ങനെ അങ്ങോട്ട് കൊടുത്തും വാങ്ങിയൊക്കെയാണ് എല്ലാം നല്ല രസമായിരുന്നു. ഓക്കെ, ഇപ്പം അക്ഷയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ ആട് 3 ഇറങ്ങുന്ന സമയത്ത് കുറേ ഇൻറ്റ്യൂഷൻസ് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്, അറിയാമല്ലോ. ഇപ്പൊ സ്വാപ്പിംഗ്, ബോഡി സ്വാപ്പിങ്ങിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു, ഈ ടൈം ലൈനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ആട് 3 ഊഹാപോഹങ്ങൾ നമ്മൾ പങ്കുവെക്കുമല്ലോ, ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കഥ അറിയാവുന്നതാണ് സ്വാഭാവികമായിട്ട്. അറിയില്ല, വേറെ ലെവൽ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത് എങ്ങനെ ഈ 3 നമ്മള് ഇവിടെ ഇരിക്കുന്നില്ലേ,
ഓരോരുത്തരുടെ പരിപാടി എന്താണെന്ന് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത് അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഷെഡ്യൂൾസ് ആണെങ്കിലും അല്ലെ, നമ്മള് ഷെഡ്യൂൾസിൽ കാണുന്നില്ല. നമ്മൾ ഇന്റർവ്യൂസിന് വരുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് പലരെ. ഇത് വലിയൊരു സിനിമ ആയതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം ഷൂട്ടിന് പോകുമ്പോൾ പുതിയ പുതിയ ആൾക്കാരെ കാണുന്നത്. ഞാൻ വളരെ ചെറുതെന്നല്ലാതെ ആ സീൻ കിടിലാണ്. അത് കട്ടായി പോയി, അത് ട്രിം ആയിപ്പോ കട്ടായി പോയി. അത് കുഴപ്പമില്ല, അത് ചിലപ്പോ യൂട്യൂബിലൊക്കെ കാണാലോ. രണ്ട് ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് വളരെ കുറച്ചാണ്. അത് സന്തോഷത്തോടെ എനിക്ക് തരുകയും സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുകയും സന്തോഷത്തോടെ ഞാൻ അത് അവതരിപ്പിക്കുകയും ചെയ്തതാണ്. അതാണ് എന്റെ കടമ എന്ന് വിശ്വസിക്കുന്നു. പടത്തില് ഏറ്റവും കൂടുതൽ കോമഡി വർക്ക് നമ്മൾ സംസാരിക്കുമല്ലോ, കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ എല്ലാം ഒരാളുടെ പേര് എല്ലാവരും പറയുന്നുള്ളൂ, ഇന്ദ്രൻ സേട്ടൻ എന്ന് വെച്ചാൽ അതുപോലുള്ള പെർഫോമൻസ് ആയിരുന്നു. ആ പഴയ കാലഘട്ടത്തിലൊക്കെ വെച്ചാലൊക്കെ വരുന്നത് നല്ല ഉഗ്ര സീൻ, ഉഗ്രം കോമഡിയാണ് മൊത്തം ചെയ്തേക്കുന്നത്. അത് പറയേണ്ട കാര്യമില്ല, പുള്ളി പുള്ളി എല്ലാവർക്കും അങ്ങനെ. അതൊന്നും അങ്ങനെ ഒരാൾക്കായിട്ടൊന്നും ഡയറക്റ്റ് അനുവദിച്ചു തരുന്നില്ല. ഈ സംശയം എല്ലാവരിലും ഉണ്ട് ഇപ്പൊ. ഇന്ദ്രൻ ചേട്ടൻ, നിങ്ങൾ എങ്ങനെ കൈൻഡ് ആയിട്ടിരിക്കുന്നത്? ഞാനിപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി ഇപ്പം സംസാരിച്ചു, കുറച്ച് നേരം പുള്ളി സംസാരിച്ചില്ലേ, അടുത്ത് സംസാരിച്ചു. പുള്ളിക്ക് കുറേ ആൾക്കാരുണ്ട്, പുള്ളിക്ക് മനസ്സിന് ഇഷ്ടമുള്ള. അവരെടുത്ത് പുള്ളി നല്ല രീതിയിൽ അത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ സംസാരിക്കും. അല്ലാത്തടത്ത് പുള്ളിയായിട്ട് തന്നെ അത് മാറി. അത് വേറൊരു സ്വഭാവം ഞാൻ കണ്ടതിൽ വെച്ച്, ചുമ്മാ ഇരുത്തിക്കൊണ്ട് പൊക്കി പറയുന്നതല്ല, ഞാൻ കണ്ടതിൽ വെച്ച് സിനിമാ നടന്മാരിൽ ഏറ്റവും നല്ല ശുദ്ധനായ ഒരു മനുഷ്യനാണ്. ആദ്യം സിനിമകളിലും വലുതായിട്ടില്ലെങ്കിലും നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അറിഞ്ഞൂടെന്ന് തോന്നുന്നു. എനിക്കറിയാമെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് വേറെ വശങ്ങൾ അറിയാനാ. ഇപ്പൊ മലയാള സിനിമയിൽ അപൂർവം സംഭവിക്കുന്ന ഒരു യൂണിവേഴ്സ്, ആ യൂണിവേഴ്സിന്റെ 1-ാം ഭാഗവും 2-ാം ഭാഗവും 3-ാം ഭാഗത്തില് PP ശശി ഇങ്ങനെ ഹൈ പെർഫോമൻസിൽ എങ്ങനെ സാധിക്കുന്നു? അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാള് ആരെയാണ് പിടിക്കുന്നത് വെച്ചാല് ആള് വളരെ ശക്തനായിട്ട് നിൽക്കുന്തോറും നമ്മുടെ ക്യാരക്ടർ മണിയാശാനോട് ആ റെഫറൻസ് വരുന്നുണ്ടോ? തേർഡില് വരുന്നുണ്ടോ? അത് കാലഘട്ടങ്ങളൊക്കെ മാറുന്നുണ്ട്. അപ്പൊ അറിയിച്ചിരുന്നോ? മണിയാശൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അന്ന്. ഇല്ല, അല്ല, അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്. അതെ അല്ലേ? അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നാല് ഈ സിനിമയുടെ ഒരു കാലഘട്ടം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പണ്ട് രാജാക്കന്മാരൊക്കെ യുദ്ധത്തിന് പോയിട്ട് നമ്മളിങ്ങനെ ന്യൂസ് കേൾക്കൂലേ, വിജയിച്ചെന്നാ ഏട്ടെ എന്നൊക്കെ പറയും, അങ്ങനെ നന്നായിരുന്നു, യുദ്ധമൊക്കെ നന്നായിരുന്നു എന്നൊക്കെ പറയണം. അതേപോലെയാണ് ഓരോരുത്തരുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് കേൾക്കുന്നത്. അങ്ങനെ പൊളിച്ചടക്കിയതാ കേട്ടേക്കണേ, കാണാൻ പറ്റിയിട്ടില്ല. അത് ഷെഡ്യൂളുകൾ വേറെ. നമുക്കത് ഒരുമിച്ച് കാണണമെങ്കിൽ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. നമ്മളുണ്ട്. ഇപ്പൊ സിനിമകൾ വരുന്ന സമയത്ത് ഇപ്പം ആട് 3യുടെ ഭാഗമാകുക, അതും ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്ന സിനിമ, ഗംഭീരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന സിനിമ, അപ്പൊ അതിന്റെ ഭാഗമാകുക എന്നുള്ള ചെറിയ കാര്യമല്ല. അപ്പൊ ഇതെങ്ങനെയാ അതിനെ നോക്കി കാണും? അല്ലാതെ ഞാൻ പറയാൻ കാരണം ആട് 3 ഇറങ്ങുന്ന എൻ്റെ മോളെ സ്കൂളിൽ വിളിക്കുന്നത് ഡ്രാഗൺ പൈലി എന്നാണ്. ഈ പേര് അതുപോലെ തന്നെ എല്ലാവരുടെയും പേര് ഭയങ്കര ഇതാണല്ലോ, ഡ്രാഗൺ പൈലി അവരെ വിളിക്കുന്നത്. അപ്പം ഞാൻ ഈ 3 ഇറങ്ങുന്നത് ഞാൻ അറിഞ്ഞപ്പം മുതൽ ചങ്ക് പൊടിയോ, ദൈവമേ വിളിക്കുമോ എന്താ പറയാ, നമ്മൾ വിളിക്കാതെ പടം ഇറങ്ങിക്കഴിഞ്ഞാലേ നാളെ പിള്ളേരുടെ അടുത്ത് ചോദിക്കത്തില്ലേ, ഇടേ നിങ്ങളുടെ അപ്പനില്ലരുടെ സിനിമയ്ക്ക് അത് എന്ത് പറ്റി എന്ന് ചോദിക്കത്തില്ലേ. പിള്ളേർക്കൊരു വിഷമം, എനിക്ക് അതിനേക്കാൾ വിഷമം. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഒരു കോളിങ്ങനെ വരുന്നത്. നമ്മുടെ പടം തുടങ്ങും, അപ്പം എറണാകുളത്ത് വരണം, ഗെറ്റപ്പൊക്കെ ഒന്ന് നോക്കാനായിട്ട് പറയണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എന്തോ ഒരു ഹാപ്പിയായിരുന്നു അറിയാം. പിന്നെ ഭയങ്കര സന്തോഷമായി പോയി ഇത്രയും വലിയൊരു പടത്തിൽ. മാത്രമല്ല നമ്മൾ ജയനും നസീർ സാറും ജയൻ സാറും ഒക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ല, അങ്ങ് പേരങ്ങ് പറയല്ലേ പറയുന്നത്, അങ്ങനെ പറഞ്ഞ പേരാണ്. അപ്പോൾ അവരൊക്കെ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ
സിനിമയിൽ വരുമ്പോൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളൊന്നും ചിന്തിച്ച കാര്യമേ അല്ല നമ്മളൊരു സിനിമ അല്ല. കുതിരപ്പുറത്ത് വേണമെങ്കിൽ കയറാം, നമ്മൾ ബീച്ചിൽ എവിടെയൊക്കെ പോയാൽ കുതിരപ്പുറത്ത് കയറാം. പക്ഷെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നമ്മുടെ കഥാപാത്രമായിട്ട് കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ചിട്ട് കാര്യവുമില്ലാത്തതാണ്. അതുകൊണ്ട് ചിന്തിക്കാറേ ഇല്ലായിരുന്നു, നമ്മൾ ചിന്തിക്കത്തില്ലല്ലോ. ഇങ്ങനെ അവസരം നമുക്ക് കിട്ടും നമ്മൾ ഒരിക്കലും വിചാരിച്ചല്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഭാഗം നമ്മളെ കുതിര പഠിപ്പിച്ച് ഒരു ട്രെയിനിങ് ഒക്കെ തന്നു. പിന്നെ ഹെലികോപ്റ്ററിലൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടിയതെന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ വിജയ് ബാബു സാറിനോടും പിന്നെ സാറിനോടും നമ്മളെ നിതിൻ മാനോടൊക്കെ ഒരുപാട് കടപ്പെട്ട് ഒരുപാട് നന്ദി നമുക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ട്. എന്നുവെച്ചാൽ ഇങ്ങനെ ഇത്രയും വലിയൊരു പടത്തിൽ ഇത്രയൊക്കെ നമുക്ക് അവസരം സിനിമയിൽ ഒരു വലിയ സിനിമയിലൊക്കെ അഭിനയിക്കാം. പക്ഷേ ഈ കുതിരപ്പുറത്തും അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലൊക്കെ അഭിനയിക്കാനൊക്കെ അവസരം തന്നതിന് വളരെ നന്ദിയുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്, ആഹ്ലാദം പൂരിതമായിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് മൂന്നേരോട് കുറച്ച് ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങളുടെ ഒരു ചെറിയൊരു ബ്രീഫ് എനിക്ക് വേണം. ഇപ്പം ഇന്ത്യൻ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഷാജി പേപ്പറാണോ അതോ ഡൂഡാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ? രണ്ടും ഇഷ്ടമാണ്. എങ്കിലും ഷാജി പാപ്പാൻ്റെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. കാരണം അതിൻ്റെ ഒരു നെടുന്തൂണായ ഒരു ക്യാരക്ടറാണ്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി പോകുന്നത്. നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒപ്പം നിൽക്കാനുള്ളൊരു ഉള്ളിലൊരു മത്സരം കിടക്കുമല്ലോ. അതിൽ മുന്തിയതായെന്ന് നോക്കുമ്പോഴത്തേക്കും ഷാജി പാപ്പാണ്. അങ്ങനെ ഓക്കെ. ഇപ്പം നെൽസനായിട്ടാണെങ്കിൽ ആട് ഭീകരജീവി ഫസ്റ്റ് പാർട്ട്, ആട് 2 സെക്കൻഡ്, ആട് 3 ഏതാണ് കുറച്ചുകൂടെ എപ്പോഴും ഇഷ്ടമുള്ള? കുറച്ച് നിങ്ങൾ ആട് 3 ആയിരിക്കും പറയാൻ ഞാൻ. 3 ഇഷ്ടമാണ്. 3 ഇഷ്ടമാണ്. എന്നാലും പിന്നെ എനിക്ക് ചെയ്തതിലിപ്പം നോക്കുമ്പോൾ ആട് 3 സൂപ്പറാണ്. അപ്പൊ ആട് 2 നിങ്ങൾക്കൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തത് അല്ല, അത് നമുക്കൊരു പിന്നെ ഐഡന്റിറ്റി കിട്ടിയത് ആട് 2-ലൂടെയാണ്. പെർഫോം കൂടുതലും 3-ലാണ്. ഓക്കെ. അക്ഷയിലേക്ക് വരികയാണെങ്കിൽ ഇംപ്രവൈസേഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് സ്ട്രിക്റ്റ് ഫോളോ? സ്ക്രിപ്റ്റ് തന്നിട്ടുള്ള മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒരു ഇംപ്രവൈസേഷനും ഇല്ല എന്നുള്ളതാണോ? ഏതാണ് എളുപ്പം? ഡയലോഗ്സിന്റെ കാര്യത്തിലാണോ അല്ലെങ്കിൽ മൊത്തത്തില് നമുക്കിപ്പം ചില ഭാഗങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടി തോന്നുമല്ലോ. അപ്പൊ അഭിനയത്തിലാണെങ്കിലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലൊക്കെ ആണെങ്കിലും. അപ്പൊ അതിൽ ഏതാണ് കുറച്ച് ഈ സ്ക്രിപ്റ്റ് കറക്റ്റ് ഫോളോ ചെയ്ത് പോകുന്നതാണോ അതോ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ഇംപ്രവൈസേഷൻസ് ഒക്കെ വരുന്നതാണോ? അത് ആദ്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ആ ഡയറക്ടറായിട്ട് സംസാരിക്കും. അവർക്ക് എന്താണ് വേണ്ടത്? നീ ഇംപ്രവൈസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇംപ്രവൈസ് ചെയ്യും. അല്ല, അവർക്ക് ആ ഡയലോഗാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഡയലോഗ്. ഇതിനകത്ത് മിഥുൻ ചേട്ടൻ കുറച്ച് ഫ്രീഡം തന്നിട്ടുണ്ട്. ആ ഫ്രീഡം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ എന്താണോ അദ്ദേഹത്തിന് വേണ്ടത് അതേപോലെ കൊടുത്തിട്ടുണ്ട്. നെൽസൺ ചേട്ടൻ ഡയറക്ടർ അറിയാണ്ട് എന്തെങ്കിലും ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ടോ? അയ്യോ, നമുക്ക് പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഡയറക്ടറിന്റെ അടുത്ത് ചോദിക്കാതെ ഫേസിൽ നമുക്ക് ചില എക്സ്പ്രഷൻസ് ഇടാമല്ലോ. അതൊക്കെ ഇടാം, അതൊക്കെയാണ്, അതൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. അതൊക്കെ ചിലപ്പോൾ ഡയലോഗ് നമുക്ക് പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ ഒരു 3 കൗണ്ടർ ഞാൻ പറഞ്ഞായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് അത് 3ഉം എടുത്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. അത് സീൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. റിയാക്ഷൻ ഭയങ്കരമായിട്ട് ആദ്യം ആസ്വദിക്കും. അപ്പൊ അഭിനയിച്ചിട്ട് നമ്മളെല്ലാം മോണിറ്റർ അദ്ദേഹം ചെക്ക് ചെയ്യുമ്പോൾ ദൂരെ നിന്ന് നമ്മൾ നോക്കുന്നത് ഡയറക്ടറെ നോക്കുന്നത്. പുള്ളി എങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്നത്. പുള്ളി നമുക്ക് അല്ലെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യും, അങ്ങനെ വരുത്തില്ല. കാരണം അത് ശരിയായില്ലെങ്കിൽ ശരിയാകുന്നവരെ പുള്ളി വിനായക ചേട്ടൻ ഒരു പേസിക്ക് ആ പാത്രം കഴുകുന്ന സീൻ അതൊക്കെ ഉണ്ടായിരുന്നോ സ്ക്രിപ്റ്റില്? അത് പുള്ളിയുടെ കൈ നിട്ടത് എന്നാലും പുള്ളി അനുവദിക്കുന്നതല്ലേ അവിടെ വരുള്ളൂ. ചിലത് ഒന്നും മിണ്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ആള് ആവശ്യമുള്ളത് മാത്രമേ ആൾ എടുക്കൂ. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു സീൻ നമ്മൾ എടുത്തു, ഓക്കെ കട്ട് എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് സ്വന്തമായിട്ടും വിചാരിക്കും, പക്ഷെ അത് കുറച്ചുകൂടെ നല്ലോണം ചെയ്യാറ്, ഇതിന് ഒന്നുകൂടെ മതി കേട്ടോ, അത് മതി എന്നുവെച്ചാൽ പുള്ളിക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ അഴിച്ചൊരു പണിയില്ല. പിന്നെ ഇപ്പോൾ അടുത്ത നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ നമുക്ക് അഭിനയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. കോമഡി സീനാണോ അതോ ആക്ഷൻ സീൻ ചെയ്യാനാണോ കുറച്ച് ഇഷ്ടം കൂടിയത്? ഇപ്പോൾ എനിക്ക് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെന്നെ പൊങ്കാല എഴുതുക. എനിക്ക് ക്യാൽക്കുലേഷൻ ചെയ്യാനാണ് ഇഷ്ടം. ഈ പിടിച്ചൊരു അപ്പനെ തന്തവേഷമൊക്കെ അതുപോലൊക്കെയുള്ള വേഷം ചെയ്യാനാണ് താല്പര്യം. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാണ്, നമ്മുടെ സംസാരം കേട്ട അപ്പം അടി തരാൻ തോന്നുന്ന ചില സ്വഭാവക്കാരുണ്ടല്ലോ.
തലതെറിച്ച കഥാപാത്രം. കഥാകൃത്ത് ചുമ്മാ ഈ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ പറഞ്ഞിങ്ങനെ മനുഷ്യനെ തമ്മിൽ തെറ്റിച്ചൊക്കെ ഉള്ള വലിയ ക്രൂരനായ വില്ലനല്ല, എന്നാൽ അവൻ്റെ വായിരിക്കുന്ന കേട്ടാൽ അപ്പം അടി കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ചില ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ വലിയ സന്തോഷമാണ്. ഇന്ദ്രൻ ചേട്ടനെ പറയാനല്ലോ ഏത് കഥാപാത്രം അനായാസമായിട്ട്, എന്നാലും കുറച്ചുകൂടി ഇപ്പോഴും ചെയ്യാൻ താല്പര്യമുള്ള ഏതാണ്? കോമഡി കോമഡിയുടെ അക്ഷയ്ക്ക് കോമഡി ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല? ആ കോമഡി അതായത് എന്നെ കണ്ടു കഴിഞ്ഞാൽ കോമഡി ആണെന്ന് മനസ്സിലാവില്ല, പക്ഷെ ലൈഫിൽ ഭയങ്കര കോമഡി അല്ലേ. അല്ല വേറെ കാര്യമുണ്ട്, കോമഡി എന്നിപ്പോൾ നമ്മൾ ആര് പറഞ്ഞാലും അത് നല്ലതാണ്. കാരണം സിറ്റുവേഷൻ അനുസരിച്ച് അതിൽ ഒരാൾ ആര് പറഞ്ഞാലും ചിരിക്കും. അതിനിപ്പോൾ കോമഡി പറയുന്നവർ വേണമെന്നില്ല, ശരിയല്ല. സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ചില സിറ്റുവേഷനിൽ നമ്മുടെ സിറ്റുവേഷൻ, അതായത് ഇപ്പൊ സീരിയസ് ആയിട്ട് ഇരുന്നിട്ട് എന്റെ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ചിലവർക്ക് ചിരി വരും. അതായിരിക്കും നമ്മുടെ കോമഡി എന്ന് പറയുന്നത്. ഇന്നതാവണമെന്നൊന്നുമില്ല. ഈ സിനിമ തന്നെ ആരും കോമഡിക്ക് വേണ്ടി ഒന്നും സംസാരിക്കുന്നില്ല, എല്ലാവരും സീരിയസ് ആയിട്ട് സംസാരിക്കും. സീരിയസ് ആയിട്ട് പക്ഷെ അതിനകത്ത് കാണുന്നവർക്ക് അത് കോമഡി ആയിട്ട് ഫീൽ ചെയ്യാം. ഇപ്പം ഈ സിംഗിൾ ടേക്ക് പോയതാണോ അതോ മൾട്ടിപ്പിൾ റീടേക്സ് പോയ ആരെങ്കിലും ഉണ്ടോ? ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ്? ഞങ്ങള് പിന്നെ പ്രത്യേകം സുധി കോപ്പേനെ അറിയോ? കഞ്ചാവ് സോമൻ സുധി എന്നാ പറയുന്നത്. കഞ്ചാവ് സോമൻ സിനിമയില് നമ്മള് പൊതുവെ നാട്ടുകാർ വിളിക്കുന്നത് പരക്കം സുധീന. അത് പുള്ളിയുടെ ശരിക്കും സിനിമ രണ്ടാമതാ. പുള്ളിയുടെ മെയിൻ ടാലന്റ് എന്ന് പറയുന്നത് ലുഡോ ആണ്. കേരളത്തില് വലിയ ടാബായിട്ട് വരും. ടാബ് മേടിക്കാന്ന് ഞാൻ പറയും, കടയിൽ പോയിട്ട് ലുഡോ കളിക്കാനാന്ന് പറയൂല, കുറച്ച് വർക്ക് ബേസ് ആയിട്ട് അങ്ങനെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണ് ഈ ടാബൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യണം. എന്നാൽ ഒരു ടാബ് മേടിച്ചിരിക്കുന്നത് ലുഡോ കളിക്കാനാണ്. ഭയങ്കര വാശിയാണ് ചേട്ടൻ. ഇപ്പൊ നമ്മള് ഇത് ഇന്ദ്രൻ ചേട്ടൻ സ്നേഹം, നമുക്ക് എപ്പോഴും ബഹുമാന സ്നേഹമല്ലേ, പുള്ളിയുടെ കൂടെ കളിക്കാവോ? ഈ സ്നേഹമൊന്നും ഇല്ല. പിന്നെ ശത്രുവാണ്, മറ്റേ ബഹുമാനം ഹൈറാർക്കൊന്നുമില്ല, എല്ലാരും ഒരേപോലെയാണ്. ശത്രുവാണ് നിങ്ങള്. തോറ്റ കളിയാക്കും, കളിയാക്കി എല്ലാരും മുമ്പിൽ കളിയാക്കി ഭയങ്കര ആവേശം. സോ ആഴത്തിൽ ഇറങ്ങാണ്, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാരും തിയേറ്ററിൽ പോയി കാണണം. എല്ലാ നിരാശപ്പെടുത്താത്ത പടമാണ് ഇതുവരെ ഉള്ളതിലും. വീണ്ടും അടുത്തത് കാണാനുള്ള ഒരു പ്രചോദനവും ഒരു ആവേശവും ഒക്കെ തോന്നാവുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഹൊറർ ഇറങ്ങാനുള്ള ഒരു അവസരം നിങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരുക്കി തരണം അല്ലേ? ഉണ്ടാവുമോ? പിന്നെ ഉണ്ടാവും, എത്രയും പെട്ടെന്ന് ആക്കി തരണം. എല്ലാവരും കാണുമെന്ന് അറിയാം. എനിക്ക് പറയാനുള്ളത് 2, 3, 4 തവണ. ഓക്കെ, താങ്ക് യു.